ഹലോ ഹലോ എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് സന്ദീപ്, ലേഖ, കൃഷ്ണകുമാർ ആൻഡ് അനൂപ്. ഞങ്ങൾ ഇന്നത്തെ ടോപ്പിക്ക് നോൺ ഫിക്ഷൻ ആണ്. അങ്ങനെ നമ്മൾ ഓരോ ടോപ്പിക്ക് മാറി മാറി കൊണ്ടിരിക്കുക. ഇടയ്ക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇനി ഫിക്ഷൻ ടോപ്പിക്ക് തീരുമ്പോൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും എന്തെങ്കിലും കുത്തിത്തിരിപ്പുള്ള സാധനം ഉണ്ടാക്കാം എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമുക്ക് വരുന്ന വഴിക്ക് നോക്കാം. ഇപ്പം എന്തായാലും ഇന്നത്തെ ടോപ്പിക്ക് നോൺ ഫിക്ഷനാണ്. നോൺ ഫിക്ഷനിലും നമ്മൾ സെൽഫ് ഹെൽപ്പും ബയോഗ്രഫീസും നമ്മൾ പിന്നൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇത് സെൽഫ് ഹെൽപ്പും ബയോഗ്രഫീസും ഒഴിച്ചുള്ള നോൺ ഫിക്ഷൻസ് ആണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ക്രിക്കും, വൈ ഡോണ്ട് യു സ്റ്റാർട്ട്? എന്നോട് തന്നെ വേണോ ഇത്? കൂടുതലും ഫിക്ഷൻ വായിക്കുന്ന ആളോട് തന്നെ നോൺ ഫിക്ഷൻ ചോദിക്കുന്നതിലെ ഐറണി. ഓക്കെ, എന്നാലും വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ റീസെൻ്റ്ലി വായിച്ചതിൽ രണ്ടെണ്ണം. ഒരെണ്ണം ബിൽ ബ്രൈസൻ്റെ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ്. ബിൽ ബ്രൈസൻ്റെ വേറെ ബുക്കുകളും ലിസ്റ്റിലുണ്ട്, വാങ്ങിച്ചിട്ടില്ല. കാരണം ഇത് തന്നെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എനിക്കിഷ്ടമുള്ള ടോപ്പിക്സ് ഇങ്ങനെ, കാരണം ഇത് കളക്ഷൻ ഓഫ് എസ്സേസ് ആയതുകൊണ്ട് സെലക്ട് ചെയ്ത് വായിക്കുമായിരുന്നു. കാരണം ബാക്കി പാരലൽ റീഡിംഗ് ആയിരുന്നു. വേറെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, നോൺ ഫിക്ഷൻ വായിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പാരലൽ ട്രാക്കായിട്ട് ഓടിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഒന്ന് ഇതാണ്, ഒന്ന് സ്റ്റീഫൻ കിങ്ങിൻ്റെ ഓൺ റൈറ്റിംഗ് ആണ്. അത് പിന്നെ എഴുത്തുകാരനാകണം എന്നുള്ള ആഗ്രഹവുമായി സിംഹത്തിൻ്റെ മടയിലേക്ക് കയറി ചെല്ലുന്ന പരിപാടി ആയതുകൊണ്ട് എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം അതെടുത്ത് അത് ഇങ്ങനെ തുടങ്ങിയ സംഭവമാണ്. അപ്പോൾ ബിൽ ബ്രൈസണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഷോർട്ട് നിയർലി എവറിത്തിങ് എന്ന് പറയുമ്പോൾ ഒരു ലേമാൻസ് ടേംസിൽ പല സബ്ജക്റ്റുകളും പുള്ളി വളരെ സിമ്പിൾ ലാംഗ്വേജിൽ, ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ നമുക്കത് നമ്മൾ ഹുക്ക് ചെയ്തിരുന്ന് വായിപ്പിക്കുന്ന ഒരു സാധനമാണ്. ജിയോളജി, പാലിയന്റോളജി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെ വളരെ സിമ്പിളായിട്ട് അത് പുട്ട് ഫോർത്ത് ചെയ്യുന്നൊരു ഒരു നല്ലൊരു വർക്കായിട്ടാണ് തോന്നിയത്. അപ്പോൾ അത് ആക്ച്വലി ശരിക്കും ഇത് ഞാൻ വായിക്കാൻ കാരണം ദ ബോഡി എന്ന് പറയുന്ന ബുക്കിനെ പറ്റി കേട്ടതുകൊണ്ടാണ്. അപ്പോൾ പുള്ളിയുടെ ബുക്ക്, കാരണം എനിക്ക് ഈ പറഞ്ഞ ബുക്കിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പ്രിമൈസ് മീൻസ് ആക്ച്വലി ഹ്യൂമൻ മീൻസ് കാര്യം ചോര കണ്ട തല ഇറക്കുമെങ്കിലും, അതുകൊണ്ടാണ് മെഡിസിനിലേക്ക് പോകാതിരുന്നതെങ്കിലും ഹ്യൂമൻ ബോഡിയെ പറ്റി പറയുന്ന സാധനങ്ങൾ എപ്പോഴും ഫാസിനേറ്റഡ് ആണ്. നമ്മളേറ്റവും ഫാസിനേറ്റിംഗ് ആയ സാധനമാണ്. നമ്മളൊരു അങ്ങനെ ഒരു മെഷീനകത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് തന്നെ വലിയൊരു എന്താ പറയുക, ഒരു അനുഗ്രഹം എന്നൊക്കെ പറയില്ലേ. അതായത് ഒരു മിസ്റ്ററിയാണ്, ഫാസിനേഷനാണ്, പക്ഷേ അതിൻ്റെ പുറകിലൊരു സയൻസ് ഉണ്ട്. അത് വളരെ ക്ലിയറായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ദ ബോഡി എന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിതിനെപ്പറ്റി കേട്ടത് വല്ലാത്ത പഹയൻ എന്ന് പേരുള്ളൊരു പോഡ്കാസ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ വിനോദ് നായർ. അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റിലാണ് ഈ ബുക്കിനെ പറ്റി ഇൻട്രോ കാണുന്നത്. അപ്പോൾ ബിൽ ബ്രൈസൺ എന്നുള്ള ഓഥറിനെ കണ്ടു. അപ്പോൾ ഇയാളുടെ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക് എന്ന രീതിയിലാണ് ഞാൻ തിയറി ഓഫ് ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ് വായിച്ചു തുടങ്ങിയത്. കുറച്ച് നാളെ വായിച്ചിട്ട്, അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി എല്ലാം ഒന്നും ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. ആകെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പാലിയന്റോളജിയുടെയും ജിയോളജിയുടെയും ഇതാണ്. ഞാൻ വളരെ ബോറിംഗ് ആണെന്ന് വിചാരിച്ചൊരു സംഭവമാണ് എനിക്കതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിറ്റ്സ് ആയിട്ട് തോന്നിയത്. അത് ഒരു കാര്യം. അപ്പോൾ അതിനെപ്പറ്റി വേറെ ആർക്കെങ്കിലും ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട്, എൻ്റെ മെമ്മറി വളരെ ഫോഗിയാണ്, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. പറയാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ എൻ്റെ ഓഡിയോ ബുക്ക് വായിച്ചതാണ്. എനിക്ക് അത് ഈ പറഞ്ഞ പോലെ വളരെ ആക്സസിബിൾ ആയിട്ട് സയൻസ് എല്ലാവരിലേക്കും എത്തിക്കുന്നതാണ്. സ്റ്റാർട്ടിങ് ഫ്രം ബിഗ് ബാങ്, ഈ എർത്തിൻ്റെ ഹിസ്റ്ററി, കെമിക്കൽസിൻ്റെ ഹിസ്റ്ററി, എങ്ങനെയാണ് ഓരോ കെമിക്കൽസ് കണ്ടുപിടിച്ചത്, അതെല്ലാം അവരിങ്ങനെ കഥ പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു. അത് ബിൽ ബ്രൈസൻ്റെ ജനറൽ സ്റ്റൈൽ അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ വലിയ പ്രിറ്റൻഷ്യസ് ഒന്നും അല്ലാതെ വെറുതെ ഭയങ്കര ലാഘവത്തോടെ കഥ പറഞ്ഞു പോകുന്ന ആളാണ്. നല്ല രസമുള്ള സാധനം. ഈ ബോഡി ഞാൻ വായിച്ചാണ് ഈ അടുത്ത ഇടയ്ക്ക്. ഭയങ്കര ഭയങ്കര ഇൻഫോർമേറ്റീവാണ്. പുള്ളി ഇങ്ങനെ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗം എടുത്ത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ അനാറ്റമിക്കൽ ബുക്സിനേക്കാളും ഒക്കെ ഡെപ്തിൽ പോവുകയും ചെയ്യും, അതേസമയം ബോറടിപ്പിക്കാതെ കഥ കൊണ്ടുപോവുകയും ചെയ്യും. എനിക്ക് അത് എപ്പോഴും ബോഡിയിൽ നിന്ന് എനിക്ക് സ്റ്റിക്ക് ചെയ്ത ഒരു ടോപ്പിക് ഉണ്ട്. ഇപ്പം പുള്ളി പറയുന്നതാണ്, ആളുകൾ പറയുന്നുണ്ട് ക്യാൻസർ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്ന്. The truth is that
ക്യാൻസർ കൂടിയിരിക്കുന്നതല്ല, മനുഷ്യൻ്റെ ആയുസ് കൂടിയിരിക്കുന്നതാണ്. ക്യാൻസർ പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ പണ്ട് ഉം. 35, 40, 45, 50 ഒക്കെ വയസ്സാകുമ്പോഴേക്കും എല്ലാവരും തട്ടിപ്പോവും വേറെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട്. ഇത് മെഡിക്കൽ സയൻസ് ഇമ്പ്രൂവായി വന്നപ്പോൾ ബാക്കിയൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ടാണ് അവസാനം ക്യാൻസർ വന്ന് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ 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 കാര്യത്തിനും എനിക്ക് അഗെയിൻ വായിച്ചിട്ട് കുറച്ച് വർഷമായി, പക്ഷേ നല്ലപോലെ എൻജോയ് ചെയ്ത് വായിച്ചു. വലിയ പുസ്തകമാണത്, വലിയ ബോഡി ഭയങ്കര പുസ്തകം. വലിയ പുസ്തകമാണ്. ഇതും അതെ, ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ്ങും പുള്ളിയുടെ. അതുപോലെ പുള്ളിയുടെ മൂന്നാമതൊരെണ്ണം വായിച്ചിട്ടുള്ള സാധനമുണ്ട്, വാക്ക് ഇൻ ദ വുഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ അപ്പലേഷ്യൻ ട്രെയിൽ എന്ന് പറഞ്ഞൊരു ട്രെയിലുണ്ട്, ഇവിടെ അടുത്ത് തന്നെയാണ്. അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകാവുന്ന സ്ഥലമാണ്. നമ്മുടെ വെസ്റ്റേൺ ഘാട്സ് പോലെ ഒരു മലനിരകളാണ് ഈ അപ്പലേഷ്യൻസ്. ലക്ഷ്യം. അപ്പോൾ അതിൽ ഒരു റോഡുണ്ട്, അപ്പലേഷ്യൻ ട്രെയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ അപ്പലേഷ്യൻ ട്രെയിലിൽ പുള്ളി ഒരു കൂട്ടുകാരനും കൂടെ ഒരു പ്രിപ്പറേഷനും ഇല്ല, ഒരു ഓവർ വെയിറ്റ് ഒക്കെയാണ്. എന്നിട്ട് ഈ ട്രെയിൽ നടക്കാൻ പോകും. സാധാരണ ആളുകൾ 3 മാസം കൊണ്ടൊക്കെയാണ് നടന്നു തീർക്കുന്നത് ഈ ട്രെയിൽ, ഒരറ്റം തൊട്ട് മറ്റേ അറ്റം തൊട്ട്. എന്ന് വെച്ചാൽ ജോർജിയയിൽ എവിടെയോ തുടങ്ങിയിട്ട് മെയിൻ വരെ പോകുന്നതാണ് ഈ സാധനം, അത്ര നീളമുള്ളതാണ്. അപ്പോൾ ഈ ആളുകൾ എടുക്കുന്നതാണ്. അപ്പോൾ ഈ പുള്ളി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പുള്ളി ഒരു ഭാഗം കവർ ചെയ്യും, പിന്നെ വീട്ടിൽ പോവും, പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അടുത്ത ഭാഗം കവർ ചെയ്യും, പിന്നെ വീട്ടിൽ പോവും. അപ്പം എന്നിട്ട് പോലും പുള്ളി ശരിക്ക് കഷ്ടപ്പെട്ടു. കാരണം ഈ സാധനം ഒന്നാമത് ഈ ഭയങ്കര സെക്ലൂട്ടഡ് ആണ്. പിന്നെ അവിടുത്തെ ആളുകളൊക്കെ കുറച്ച് പുറത്തുനിന്ന് ആളുകൾ വരുന്നത് സംശയദൃഷ്ടിയോടെ നോക്കുന്നതും അങ്ങനത്തെ ആളുകളൊക്കെയാണ്. പിന്നെ കരടി, ഒരു നിവൃത്തിയില്ലാത്ത കരടി ശല്യമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ യാതൊരുവിധ ഹൈക്കിംഗ് എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾ നടക്കുന്ന കഥയാണിത്. ഇപ്പോൾ എഗെയിൻ ഹ്യൂമറസ്. പുള്ളി ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് ചുമ്മാ നടക്കാമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. എന്ന് വെച്ചാൽ വാക്ക് ഇൻ ദ വുഡ്സ് ആ മൂഡിൽ പോയതാണ് പുള്ളി ഈ ട്രെയിനിൽ. പിന്നെ പുള്ളിക്ക് അതിൽ നിന്ന് പുള്ളിക്ക് സംഭവിച്ച ബുദ്ധിമുട്ടുകളും, പക്ഷേ പുള്ളി ഹി ഡിസൈഡഡ് ടു ട്രവേഴ്സ് ദ എൻറ്റയർ ലെങ്ത് ഇൻ മൾട്ടിപ്പിൾ ഡേയ്സ്, മൾട്ടിപ്പിൾ ബിറ്റ്സ്. കാരണം പുള്ളി ഒരു സെഗ്മെൻറ്റ് പോവും, പിന്നെ തിരിച്ചു വരും, അടുത്ത സെഗ്മെൻറ്റ് പോവും, പിന്നെ തിരിച്ചു വരും. അങ്ങനെ പുള്ളി ജേർണി ചെയ്തതാണ്. അതും ഒരു നല്ല ബുക്കാണ്. എനിക്ക് ഓവറോൾ ഐ എം എ ബിഗ് ഫാൻ ഓഫ് ബിൽ ബ്രൈസൺ. പിന്നെ പുള്ളിയുടെ ഒരു എക്രോസ് അമേരിക്ക പുള്ളി ഡ്രൈവ് ചെയ്ത ഒരു കഥയുണ്ടായിരുന്നു. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഫോർ സം റീസൺ എനിക്കത് അങ്ങ് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഓവറോൾ ബിഗ് ഫാൻ ഓഫ് ബിൽ ബ്രൈസൺ. ബിൽ ബ്രൈസൺ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് അനൂപിനും ചെയ്യാം? ലേഖയ്ക്കും വല്ല ബിൽ ബ്രൈസൺ ടോപ്പിക്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ. പക്ഷെ അതില് ഒരു കാര്യം സാൻഡി പറഞ്ഞതേ, ലൈക്ക് മെഡിക്കൽ ഫീൽഡിന്റെ കാര്യം പറഞ്ഞപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, നാട്ടിലിപ്പം കുറെ ആൾക്കാർ ഇത് ലൈക്ക് വീട്ടിൽ നിന്ന് റെമഡി ചെയ്താൽ പോരെ, പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെയായിരുന്നില്ലേ, ശ്രീനിവാസനാണ് തുടങ്ങി വെച്ചത്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു വിമൻസ് ഹെൽത്ത്. ആൻഡ് ഐ ഹാവ് എ ബോൺ ടു പിക്ക്. ഇവര് പറയുന്നത് പണ്ട് സ്ത്രീകള് വീട്ടിലല്ലേ പ്രസവിച്ചിരുന്നത്, അതുകൊണ്ട് ഇത് പോരെ എന്നുള്ള കോൺസെപ്റ്റ്. ഇപ്പൊ ഈ പണ്ട് ആൾക്കാര് കുറെ കുട്ടികൾ പ്രസവിക്കും, കുറെ കുട്ടികൾ മരിക്കും, കുറെ അമ്മമാരും മരിക്കും. ഈ കൗണ്ട് ഒന്നും എടുക്കാണ്ട് എന്തോ മെഡിക്കൽ സയൻസ് ചെയ്യുന്നതിലൊന്നും വലിയ വാല്യൂ ആഡ് ഇല്ല. ഈ പറഞ്ഞമാരെ പീപ്പിൾ ക്യാൻസർ കൂടി എന്നുള്ളൊരു മിത്തുള്ളമാരുള്ളൊരു ഇതിന്റെ ഭാഗമാണ് ഇതൊക്കെ. വേ വി ആർ സേയിങ് ബാക്കി എല്ലാം ഹാസ് ബീൻ കവേർഡ് ബൈ മെഡിക്കൽ സയൻസ്. ഇപ്പോൾ ക്യാൻസർ ഒബ്വിയസ്ലി ഇറ്റ്സ് എ നെക്സ്റ്റ് തിങ്. എന്തെങ്കിലുമൊക്കെ വന്ന ആൾക്കാർ മരിക്കാനൊരു കാരണം എന്ന് പറയണമാരെയാണല്ലോ അത്. അതുമാരെ വിമൻസ് ഹെൽത്തിന്റെ അടുത്തും ആൾക്കാർ വിടുത്തരം പറയുന്നത് കേൾക്കുമ്പം, ആൻഡ് ഐ ഹവ് സീൻ ഇറ്റ് ഹാപ്പൻ ഇൻ പേപ്പേഴ്സ് ഇസ് വെൽ. എന്താ പറയുക, ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഗോയിങ് ബാക്ക് ടു ദ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട്, നോ കൺസേൺ അബൌട്ട് ഹൗ സേഫ് യു ആർ, ഹൗ സെക്യൂർ യു ആർ, വൈ ദർ ഇസ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് മെറ്റേണൽ മോർട്ടാലിറ്റിയും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ഇത്ര കുറവാകുന്നതിന്റെ റീസൺ എന്താണെന്ന് പോലും ആലോചിക്കാനാണ് ആൾക്കാർ. Will Bryson has written anything on it, I'd like to read about it. Female അത് health എനിക്ക് കാര്യമായ ഓർമ്മയൊന്നുമില്ല പുള്ളി അങ്ങനെ പറഞ്ഞായിട്ട്. because I think that needs, this is one of the things that we need to spread as medical field നെ കുറിച്ച് ആളുകൾ ഈ alternative medicine ഒക്കെ ട്രൈ ചെയ്യുന്നത്, especially about cancer. It's another thing that I have to say this. ആളുകൾ they try Ayurvedam, they try a lot of other things. മരുന്ന്
മറ്റേ എന്താ പറയാ, എന്തായാലും പറയാ, നാട്ടുവൈദ്യം അല്ലല്ലോ, ഒരു ഒരു സ്പെസിഫിക് ടേം ഉണ്ട് അതിന്. ഒറ്റമൂലി. ലാടവൈദ്യോ? ഒറ്റമൂലി, ലാടവൈദ്യോ? ലാടവൈദ്യം അങ്ങനെയൊക്കെ പറയുന്ന പരിപാടികൾ ട്രൈ ചെയ്യും. ആൻഡ് ഇറ്റ് മേക്സ് ഓൾട്ടർനേറ്റീവ് തിങ്സ് മെഡിസിൻ വേഴ്സ്. ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആണ്, പക്ഷെ ആർക്കോ വർക്ക് ചെയ്തു എന്ന് പറയും. And ഈ വർക്ക് ചെയ്ത ആള് ഒരു 6 months കഴിഞ്ഞിട്ട് ആള് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അന്വേഷിക്കാണ്ടാണ് ഇതൊക്കെ ഹെർബൽ റെമഡി. ചെയ്യുന്നത്. അല്ല, ഹെർബൽ റെമഡി. ഹെർബൽ റെമഡി. ആൻഡ് ദിസ് ഇസ് നോട്ട് അബൌട്ട് ആയുർവേദം നല്ലതല്ലാന്നോ അല്ലെങ്കിൽ ഹോമിയോപ്പതി നല്ലതല്ലാന്നോ, ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇതിലൊന്നും ക്യാൻസറിന് വേണ്ടി റിസർച്ച് നടത്തിയിട്ടില്ല ആരും. കഴിഞ്ഞ 100 വർഷത്തിൽ ഒരു റിസർച്ചും ആയുർവേദത്തിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു അതിനുള്ള ഫണ്ടിങ്ങും ഇല്ല. നമ്മൾ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഫണ്ടിങ് നടത്തി ആൾക്കാർ കൊണ്ടുവന്ന ട്രീറ്റ്മെന്റ്സിനും മെഡിക്കൽ സയൻസിനും എതിരെയാണ് നിന്നിട്ട് ഒറ്റമൂലിന്നും അതും എന്നൊക്കെ നമ്മൾ പറയുന്നത്. ദിസ് ഇസ് സംതിങ് നാട്ടില് ഇതില് കുറെയൊക്കെ പ്ലസീബോയും ആയിരിക്കും. അപ്പോൾ ഇതിൽ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് കഥ ഞാൻ പറഞ്ഞുതരാം. ഓഫ് ടോപ്പിക് ബട്ട് റിലേറ്റഡ്. എൻ്റെ അങ്കിളിന് കൊച്ചായിരുന്നപ്പോൾ ഭയങ്കര ആസ്മയായിരുന്നു ഒന്ന്. അപ്പം ഇവർ പല ഡോക്ടർമാരെ കാണിച്ചു, പല പല പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ നേർച്ചയൊക്കെ നടത്തി, മാറുന്നേ ഉണ്ടായില്ല. അപ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീ ഒരു അപ്പം ചുട്ടുകൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ അപ്പം കഴിച്ചാൽ മതി, മാറുന്നു പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അപ്പം കൊടുത്തു. പുള്ളി അത് കഴിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ആസ്മ കംപ്ലീറ്റ് ആയിട്ട് മാറി. അത് കഴിഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞത് പാറ്റയിട്ട് ചുട്ട അപ്പമായിരുന്നു അതെന്ന്. ഓക്കെ, പക്ഷേ പിന്നെ ആരോ പറഞ്ഞു കേട്ടതാണ്, ഐ ഡോണ്ട് നോ ഹൗ ട്രൂ ഇറ്റ് ഈസ്, ഹോമിയോപ്പതിയിൽ പാറ്റയെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ആസ്മയ്ക്ക് കൊടുക്കുന്നതെന്നോ ഓർ ആസ്മ മെഡിസിൻ അങ്ങനെ എന്തെന്നോ വരുന്നോ എന്ന് ഒരു വേർഷനും കേട്ടിട്ടുണ്ട്. സോ ഐ ഡോണ്ട് നോ ഹൗ ട്രൂ ഇറ്റ്. പ്ലസീബോ എഫക്റ്റ് കൊണ്ടാണോ പുള്ളിക്ക് മാറിയത് എന്നറിയില്ല, പക്ഷേ ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പറഞ്ഞു വന്നപ്പോൾ. സ്റ്റെറോയിഡ് ആണോ എന്ന് അറിയില്ലല്ലോ നമുക്ക്. എൻഡ് ഓഫ് ദി ഡേ അങ്ങനെ വല്ലതും ആണ്. മിക്കവാറും സ്റ്റെറോയിഡ്സ് വല്ലതും ആയിരിക്കാം. പാവം. ഹോമിയോ പ്രാണരക്ഷാർത്ഥം പാറ്റ ബോഡി സെക്രീറ്റ് ചെയ്യുന്ന സ്റ്റെറോയിഡ് ആയിരിക്കും അത്. ഇൻ ഡിഫൻസ് പാറ്റ ഇത്രയും കാലം സർവൈവ് ചെയ്തൊരു സാധനമാണ്. So, അതെ, പാറ്റയ്ക്ക് ആസ്മ വരുന്നില്ലല്ലോ. ഒരു വേറൊരു കാര്യമുണ്ട്, ഒരുവിധം റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് പാറ്റ തന്നെയാണ്. അപ്പൊ ഒരു വീട്ടില് പാറ്റ അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് അത് ഉണ്ടാവും. മറ്റേ അതിന്റെ കാലിൽ മറ്റേ മോൾഡ് പിടിച്ചു കൊണ്ടുവരുന്നതാണ്. വീട്ടില് എന്തോ മോൾഡ് വരും. അതിന്റെ കാലിൽ പിന്നെ മറ്റേ പിന്നെ ഹോമിയോപ്പതിയുടെ ഒരു ഫൗണ്ടിങ് ഫിലോസഫി എന്ന് വെച്ചാല് വാട്ടർ മെമ്മറിയാണ്. ലൈക്ക് നമുക്കിപ്പം ഡൈല്യൂഷൻ എന്തെങ്കിലും മേക്സ് ഇറ്റ് സ്ട്രോങ്ങർ, റൈറ്റ്? ഡൈലൂഷൻ മേക്ക് ഇറ്റ് സ്ട്രോങ്ങർ. ആര് തിയറി വെച്ച് പാറ്റയെ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള അപ്പാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ആര് തിയറി വെച്ചാണോ തുടങ്ങിയെന്ന് അറിയില്ല. യൂഷ്വലി ഇൻ പ്രിൻസിപ്പിൾ ഹോമിയോപ്പതിയിൽ ഈ സാധനം ഇല്ല, പക്ഷെ ഹോമിയോപ്പതി ഇവോൾവ് ചെയ്യാണ്. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് അലോപ്പതിന്ന് കയ്യിൽ നിന്ന് കുറച്ച് സ്റ്റീറോയിഡ്സും മരുന്നും ഒക്കെ മേടിച്ച് പതുക്കെ നമുക്ക് തരുന്നുണ്ട്. ഹോമിയോപ്പതി ബ്രൈസൺ കഴിഞ്ഞാല് അണ്ണന്റെ കഥയിലേക്ക് പോയാലോ? പിന്നെന്താ, സ്റ്റീഫൻ കിങ്. ഓക്കെ, ഓൺ റൈറ്റിംഗ്. ഓക്കെ, ഓൺ റൈറ്റിംഗ് ആക്ച്വലി ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ സാൻഡി പറഞ്ഞ് ഞാൻ വാങ്ങി. ഞാനിങ്ങനെ ആ ബുക്ക് സത്യം പറഞ്ഞൊരു ബൈബിൾ പോലെ വെച്ചേക്കുമായിരുന്നു മേശപ്പുറത്ത്. അപ്പോൾ ഇങ്ങനെ, അതായത് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ സെമി ഓട്ടോബയോഗ്രഫിക്കലാണ്. കാരണം ഫസ്റ്റ് ഹാഫ് ഏകദേശം അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ്, അദ്ദേഹം കഥ എഴുതാൻ തുടങ്ങിയതിനെ പറ്റിയിട്ട്, ഹൗ ഹി ഡെൽറ്റ് വിത്ത് റിജക്ഷൻ, അത് ഒരു സംഭവമാണ് അതിനകത്ത്. കാരണം അതിൻ്റെ ഒരു സിംബോളിസം ഉണ്ട്. അതായത് സിംബോളിസം അല്ല, പുള്ളിക്കൊരു നെയിലുണ്ട് പുള്ളിയുടെ റൂമിൽ. അതിൽ ഈ വരുന്ന റിജക്ഷൻ ലെറ്റേഴ്സൊക്കെ പുള്ളി ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ ദാറ്റ് നെയിൽ ആക്ച്വലി കെയിം ഓഫ്, അങ്ങനെ എന്തോ പറയുന്നില്ല. അത്രയ്ക്കധികം റിജക്ഷൻസ് അതിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് കുറച്ചുകൂടി ഇൻസ്പിറേഷണലായിട്ട് തോന്നുന്നത്. പുള്ളി കഥ എഴുതുന്ന രീതിയെ പറ്റിയല്ല, അതെല്ലാവർക്കും ഓരോ രീതിയിലായിരിക്കും. ഞാനിപ്പോൾ കുറേ ഓതേഴ്സിൻ്റെ ഇപ്പോൾ നമ്മൾ മാസ്റ്റർ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് നമ്മൾ ദേ ക്യാൻ ജസ്റ്റ് ഷോ അസ് ദി ഡോർ, യു ഹാവ് ടു വാക്ക് ത്രൂ ഇറ്റ് എന്ന് പറയില്ല, മാട്രിക്സിൽ പറയുന്ന പോലെ. അതുപോലെ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇദ്ദേഹത്തിൻ്റെ കഥ മീൻസ് അങ്ങനെ എഴുതിയ രീതി വെച്ച് നമുക്ക് ഇൻസ്പയർഡ് ആവാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അയാളുടെ നമുക്ക് ആ പുള്ളിയുടെ ഹാബിറ്റ്സ് ഒന്നും നമുക്കൊരു പക്ഷേ ഫോളോ ചെയ്യാൻ പറ്റില്ല. ഏർലി മോർണിംഗ് ഇരുന്ന് ടൈപ്പ് ചെയ്യലും ആ പരിപാടിയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഹൗ ഹി ഡെൽറ്റ് വിത്ത് റിജക്ഷൻ, ഹൗ
I mean, how reading is actually a part of his books are actually a part of his life. Like, he reads because he likes to read. അല്ലാണ്ട് അതെ, എനിക്ക് ഫിക്ഷൻ എന്താണെന്ന് ഇൻസ്പിറേഷന് അറിയണമെന്ന് വേണ്ടിയിട്ടല്ല. വേണ്ടിയല്ല, ഇൻസ്പിറേഷന് വേണ്ടിയിട്ടല്ല വായിക്കുന്നത്. പുള്ളി എല്ലാം വായിക്കും, ജസ്റ്റ് ലൈക്ക് MT, എന്തും വായിക്കും. ബട്ട് എവിടെ പോയാലും ഒരു പുസ്തകം കയ്യിലുണ്ടാവും. അദ്ദേഹം പക്ഷെ വായിച്ച പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്. ഇൻ സം അനദർ പോയിന്റ് ഹി സേസ് യുവർ മൈൻഡ് ഇസ് എ റിസർവോയർ ആൻഡ് വെൻ യു റൈറ്റ് ദ റിസർവോയർ ഡ്രൈസ് അപ്പ്, സോ യു ഹാവ് ടു റീഡ് ടു ഫിൽ ഇറ്റ് അപ്പ് അഗൈൻ. ടു റിപ്ലനിഷ് ഇറ്റ്, അതിനുവേണ്ടി മാത്രമാണ് വായന എന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ബിക്കോസ് ഈ ജെനുവൻലി ലൈക്സ് ടു റീഡ്, അതാണ് പുള്ളിയുടെ മെയിൻ കാര്യം. അപ്പോൾ ഇപ്പോൾ പുള്ളി നമ്മളിപ്പോൾ 70 ബുക്കാണ് ഒരു വർഷം വായിക്കുന്നത്. 70, ആ ലിസ്റ്റും ഉണ്ട് അതിനകത്ത്, ഏതൊക്കെ ബുക്സ് വായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ, ചില ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഉണ്ട് അതിനകത്ത്. അതായത് ഓരോ വായനയും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പുള്ളി HP ലവ്ക്രാഫ്റ്റിനെ വായിക്കുമ്പോൾ മൈ ലാംഗ്വേജ് ബിക്കംസ് ബൈസാന്റനിയിലോ അങ്ങനെ എന്തോ ഒരു സംഭവം, ഒരു വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ബൈസാന്റൈൻ. ആ ലാംഗ്വേജ് മാറും. അപ്പം സത്യമാണ്, നമ്മളിപ്പോൾ എന്ത് വായിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ എഴുത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയെ ശരിക്കും സ്വാധീനിക്കും. അങ്ങനെയുള്ളൊരു ഇൻഫ്ലുവൻസ് വന്നു പോകും. നമ്മൾ സബ് അങ്ങനെ അൺകോൺഷ്യസ്ലി നമ്മളത് ആക്ച്വലി യൂസ് ചെയ്ത് പോകുവാനത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വാട്ട് ടു റൈറ്റ്, വാട്ട് നോട്ട് ടു റൈറ്റ്, അതുപോലും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെ ഒരു പുസ്തകം, അതായത് കാഥികന്റെ പണിപ്പുര അത്യാവശ്യം നല്ലതാണ്. ഈസ് ഓക്കെ, ഈസ് ഫൈൻ. അങ്ങനെ പക്ഷെ വളരെ കുറവാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് KR മീരയുടെ ഒരു പുസ്തകം ഇതുപോലെ എടുത്ത് വായിച്ച് തുടങ്ങിയതായിരുന്നു. അതിൻ്റെ പേര് എനിക്ക് കഥയെഴുത്ത് അങ്ങനെ എന്തോ ആയിരുന്നു ബുക്കിൻ്റെ പേര്. പക്ഷെ അതിനകത്ത് ഞാൻ എന്ന് ഗ്ലോറിഫൈ ചെയ്യുന്നതല്ലാതെ, അല്ലെങ്കിൽ കുറച്ച് ഫെമിനിസം ചേർക്കാൻ ശ്രമിച്ചതല്ലാതെ, റൈറ്റിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടൊന്നും ക്ലിയറായിട്ട് പറഞ്ഞിട്ടില്ല. എങ്ങനെ ഇൻസ്പിറേഷൻ വന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് അതിൽ കൂടുതൽ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ബുക്കിൽ കൂടുതൽ ഞാൻ വേറെ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൽപ്പറ്റ നാരായണൻ്റെ ഒരു കളക്ഷനുണ്ട്, അത് ഇതുപോലെ തന്നെയാണ്. അതൊരു കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസാണ് ഇതുപോലെ തന്നെ. അതിലും ഏകദേശം റൈറ്റിങ്ങിനെ പറ്റിയിട്ട് അങ്ങനെ കാര്യമായിട്ടില്ല. കുറച്ച് അനിക്ഡോട്ട്സ് മാത്രമേ ഉള്ളൂ. ലൈക്ക് MP നാരായണപിള്ള ആദ്യത്തെ കഥ എഴുതിയതിനെ പറ്റിയിട്ട്, കള്ളൻ എന്ന് പേരുള്ള കഥ എഴുതിയെ പറ്റി, അങ്ങനെയുള്ള സാധനങ്ങൾ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് അനിക്ഡോട്ട്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആസ് എ റൈറ്റർ നിങ്ങൾക്ക് എനിക്ക് എന്ത് കിട്ടി, ഞാൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു, എനിക്ക് അതിന് എന്ത് ഔട്ട്പുട്ട് കിട്ടി എന്നൊക്കെ കാണിക്കുന്നത് എനിക്ക് വളരെ അതും നല്ലൊരു ഭാഷയിൽ നല്ല എന്താ പറയുക, ഒരു ഹുക്കിംഗ് ആയിട്ട് എഴുതിയിട്ട് തോന്നിയത് ഓൺ റൈറ്റിംഗ് തന്നെയാണ്. ഞാൻ കാര്യം ഇതിൻ്റെ ക്രാഫ്റ്റിനെ പറ്റി ഉള്ള കുറച്ച് ബുക്സ് വായിച്ചിട്ടുണ്ട്. ജോൺ യോർക്കിൻ്റെ ഇൻ ടു ദ വുഡ്സ്, ബേർഡ് ബൈ ബേർഡ് ഉണ്ടായിരുന്നു, അത് സാൻഡി റെക്കമെൻഡ് ചെയ്ത് വായിച്ചതാണ്. ഓക്കെ, എനിക്ക് ഓതറിൻ്റെ പേര് ഓർമ്മയില്ല. അതും ഓഡിയോ ബുക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓക്കെ ഹാസ് ലൈക്ക് ഹീറോസ് ജേർണി, മറ്റേ 3 act സ്ട്രക്ചർ, 5 act സ്ട്രക്ചർ, അങ്ങനെയുള്ള സാധനങ്ങളെ പറ്റിയിട്ടൊക്കെ എന്താ പറയുക, അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ നോളജ് തരുന്ന സംഭവങ്ങളാണ് ഫോർ എ റൈറ്റർ. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എഴുത്ത് തുടങ്ങിയതിന് ശേഷം പിന്നെ നമ്മളിതിൻ്റെ തിയറി പഠിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി നമുക്കതിലേക്ക് ഇനി പോയി തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നരേറ്റീവ് സ്ട്രക്ചറൊക്കെ നമ്മൾ ഏകദേശം മാസ്റ്റർ ചെയ്തൊന്നും പറയില്ല, അറിയാം. ഓക്കെ, അതിനെപ്പറ്റി കൂടുതൽ ബോധേഡ് ആവണ്ട എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് നമുക്ക് ഒരു ടേക്ക് അവേ ഇല്ല എന്നൊരു ഓണസ്റ്റ്ലി എൻ്റെ ഒരു ബിലീഫാണ്. എനിക്കതിൽ നിന്നൊന്നും കാര്യമായിട്ട് കിട്ടിയില്ലായിരുന്നു. ബേർഡ് ബൈ ബേർഡ് അല്ല, സ്റ്റീഫൻ കിങ് തന്നെ പറയുന്നുണ്ട് ഓൺ റൈറ്റിംഗില്, ദിസ് ഇസ് എ ഷോർട്ട് ബുക്ക് ബിക്കോസ് മോസ്റ്റ് ബുക്സ് അബൌട്ട് റൈറ്റിംഗ് ഇസ് ഫുൾ ഓഫ് ബുൾഷിറ്റ്. ഓബിയസ്ലി. പക്ഷേ അല്ല, എനിക്ക് ആ കേസിൽ ആ ബുക്കിനോട് അങ്ങനെ ഒരു പിണക്കവുമില്ല. കാരണം ഓൺ റൈറ്റിംഗ് ആക്ച്വലി ഇറ്റ് ഈസ് ജെന്യുയിൻ. ഇറ്റ്സ് റിയലി ഓർഗാനിക്. നല്ല കുറെ വൺ ലൈനേഴ്സ് ഉണ്ട്. ദ റോഡ് ടു ഹെൽ ഈസ് പേവ്ഡ് വിത്ത് ആഡ്വർബ്സ്. അതിൽ ചില വാക്കുകൾ പുള്ളി റീറൈറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. ഒരു സംഭവം എടുത്തിട്ട്, ഒരു ചെറിയൊരു പാരഗ്രാഫ് എടുത്ത് അതിനെ കുറച്ചുകൂടി റിച്ച് ആക്കി ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളഞ്ഞ് പുള്ളി അതിന് എഡിറ്റിംഗ് പ്രോസസ്സിനെ പറയുന്നൊരു കാര്യമുണ്ട്. ആക്ച്വലി അതൊരു പോയിന്ററാണ്.
പല എഴുത്തുകാർക്കും And, അതിങ്ങനെയാണ്. and I'll tell you this, right? E-book, if you're writing, you have to read it at least once a year. കാരണം ഒന്നാമത് ഇത് ഭയങ്കര കോൺസൈസ് ആണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് വിസ്ഡം ഉണ്ട്. അത് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ അത് മുഴുവനും തലയ്ക്കകത്തിരിക്കത്തില്ല. അത് പിന്നെയും പിന്നെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. ഇതിൻ്റെ അകത്ത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പുള്ളി ക്യാരിയുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഉം. കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് 2 ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു കൊച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്ലെയിൻ ലുക്കിംഗ്, ഭയങ്കര സിമ്പിൾ കൊച്ച്. അതിൻ്റെ അമ്മ എന്തോ ഹെൽപ്പ് ചെയ്യാൻ സ്റ്റീഫൻ കിങ്ങിനെ വീട്ടിലോട്ട് വിളിച്ചു. അപ്പോൾ ആ വീട്ടിൻ്റെ അകത്ത് കയറിയപ്പോൾ ട്രെയിലർ ഹോം ആയിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു, കുരിശിൽ തറച്ചിട്ട്. ഇറ്റ് ലുക്ഡ് എക്സ്ട്രീംലി, എന്താ പറയുക, പുള്ളിയുടെ ആഗണിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിങ്സ് ഉണ്ടല്ലോ, മറ്റേ സെൽഫ് ഹേർട്ട് ചെയ്യുന്ന ടൈപ്പ്. അപ്പം ആ ഗ്രൂപ്പിൽ പെട്ടതാണോ എന്ന് പുള്ളിക്കാരനൊരു സംശയം തോന്നി. അപ്പോൾ അത് പുള്ളിക്കാരൻ ആ അമ്മയുടെ സ്വഭാവവും ഒക്കെ എടുത്തിട്ടാണ് ക്യാരിയുടെ അമ്മയെ ഉണ്ടാക്കിയത്. അതുപോലെ വേറൊരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നെന്ന്. പുള്ളിക്കാരത്തേക്ക് ഒരു ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്നും അതേ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വരും. കൈയും കാലൊന്നും വാക്സ് ഒന്നും ചെയ്യൂല. ഷീ ലുക്ഡ് വെരി പ്ലെയിൻ ആൻഡ് ഷീ വാസ് ദ ബട്ട് ഓഫ് ഓൾ ജോക്സ് ഫോർ സെവറൽ ഇയേഴ്സ്. എന്നിട്ട് ഒരു ദിവസം ഇവള് പുതിയ ഉടുപ്പ്, ഒരു സ്വെറ്റർ ഇട്ടിട്ട് സുന്ദരിയായി നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ക്ലാസ്സിൽ വന്നു. അന്നാണ് അവളെ ആളുകൾ ഏറ്റവും കൂടുതൽ ബുള്ളി ചെയ്തത്. അന്ന് അന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഡെയർ ഷീ എന്നുള്ള രീതിയിലാണ് അന്ന് അവളെ എല്ലാവരും കൂടെ ബുള്ളി ചെയ്തത്. അപ്പോൾ ആ സംഭവവും ഒക്കെ കൂടെ ചേർത്ത് വെച്ചാണ് പുള്ളി ക്യാരി ഉണ്ടാക്കിയത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ ഒരുപാട് ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി മോഡേൺ റൈറ്റേഴ്സിൻ്റെ കഥാപാത്രങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുത്തുകാർ അറ്റ് സം പോയിന്റ് അവർ ഈ റിയൽ ലൈഫിലുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ഇൻസ്പിറേഷൻ വാങ്ങുന്നത് നിർത്തുന്നു. എന്നിട്ട് ഫുൾ അവരുടെ തലയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നീൽ ഗെയ്മനും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞേക്കുന്നത്, ടേക്ക് പീപ്പിൾ യു നോ ആൻഡ് പുട്ട് ദം ത്രൂ ഹെൽ. അപ്പോൾ ആ ക്യാരക്ടേഴ്സിനെ എഴുതുന്നത് ശരിക്കുള്ള ഒരു കഥാപാത്രത്തിനെ വച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് അയാളുടെ പേഴ്സണാലിറ്റി വെച്ച് വേണം. അങ്ങനെ അപ്പം അതും എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ആക്ച്വലി അത് പകുതിയെ വായിച്ചിട്ടുള്ളൂ. ഞാൻ പുള്ളിയുടെ ജീവിതാനുഭവങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര രസമുള്ളത് അത്. ആ So പുള്ളിയുടെ ഭാര്യയെ കണ്ട സീനുകളും അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇയർ ലേഖ ഇൻഫെക്ഷൻ വായിച്ചിട്ടുണ്ടോ? ഞാൻ On the വായിച്ചിട്ടില്ല. aging fiction. ഞാൻ പിന്നെ ബുക്ക് എഴുതലില്ലല്ലോ, അപ്പൊ പിന്നെ ഇതിലൊക്കെ അല്ല, പക്ഷെ ഞാൻ എഴുതലില്ലെങ്കിലും പുള്ളിയെ വായിക്കണം. വായിച്ചിട്ട് ഇറ്റ്സ് എ ഞാനിതിനകത്ത് ഒരുപാട് വിൻഡോ ഇൻ പ്രാവശ്യം ടു വായിക്കണം. ഹിസ് മൈൻഡ്. I know. I should. In the to read ലേക്ക് ഞാൻ TBR-ലേക്ക് 2025 TBR-ലേക്ക് ആഡ് ചെയ്തേക്കാം. നെക്സ്റ്റ് അതും ബുക്ക് ആയിട്ട് ഓഡിയോ എടുക്കാം. ബുക്ക് ഇസ് നറേറ്റഡ് ബൈ ഹിം. ആണോ? ഓഡിബിൾ ഇറ്റ് ഉണ്ടെങ്കിൽ ഈസ് എന്തിന്? ഇഷ്ടമാർക്ക് ബ്യൂട്ടിഫുൾ. വേണ്ടിട്ടല്ലേ? ഇറ്റ് ഈസ് അതിന്റെ ബ്യൂട്ടിഫുൾ. ഒരു ചെറിയൊരു ഒരു ട്രെയിലർ യൂട്യൂബിലുണ്ട്. അതിലാണ് ഈ പറഞ്ഞ ഓക്കെ. മറ്റേ ആ സംഭവം HP ലവ്ക്രാഫ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് എന്ത് തോന്നും. പുള്ളി ഇത് പറയണ നല്ല രസമുണ്ട്. കാരണം അയാള് ഒരു തട്ടുപൊളിപ്പൻ സ്പേസ് ഓപ്പറേനെ കളിയാക്കിക്കൊണ്ടാണ് അത് വായിച്ചാണ് പുള്ളി തുടങ്ങിയത്. അപ്പോൾ അതിനകത്തുള്ള അതാണ് വാട്ട് നോട്ട് ടു റൈറ്റിൻ്റെ എക്സാമ്പിൾ. പുള്ളി അതിന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ പതുക്കെ വരുന്നത്. ഇങ്ങനെ ഓരോ ഓതറായിട്ട് ഇങ്ങനെ പുള്ളി വായിക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. 5 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ ആ സംഭവം. പക്ഷെ അത് വായിക്കുമ്പോൾ തന്നെ നമുക്കിത് ഈ പുസ്തകം എടുക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു പുള്ളി സംഭവമാണ്. ആദ്യത്തെ കഥ എഴുതിയതിന്റെ കാര്യം പറയുന്നുണ്ട്. പുള്ളി ആദ്യത്തെ ഒരു കഥ ഗ്രാഫിക് നോവൽ പോലെയൊക്കെ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. പുള്ളി എന്താണെന്ന് വെച്ചാൽ പുള്ളി കോപ്പി അടിച്ചാണ് അത് എഴുതിയത് ആ കഥ. അപ്പോൾ എന്ത് സിനിമയെന്ന് എന്താണ്ടോ. അപ്പോൾ അമ്മ അത് വായിച്ചിട്ട് പറഞ്ഞെന്ന്, ഐ എം വെരി ഡിസപ്പോയിൻറ്റഡ് ബിക്കോസ് ദിസ് ഇസ് യു ക്യാൻ ഡു മച്ച് ബെറ്റർ ദാൻ ദിസ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി പറഞ്ഞു. അപ്പോൾ ആണ് പുള്ളി പോയിട്ട് തിരിച്ച് റീറൈറ്റ് ചെയ്തതെന്ന്.
Overall, I think, if you like reading, like writing, if you like Stephen King, ഡെഫിനറ്റ്ലി വായിക്കണം. പുള്ളി മറ്റേ കാര്യം പറയുന്നുണ്ട്, പുള്ളിയുടെ അഡിക്ഷൻ പ്രോബ്ലം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി ആദ്യം വിചാരിച്ചിരുന്നത് ഈ അഡിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ പുള്ളി പറയണത് പുള്ളിയുടെ ആദ്യത്തെ കുറച്ച് കഥകൾ കഴിഞ്ഞിട്ട് പുള്ളി കംപ്ലീറ്റ്ലി ഈ അഡിക്ഷനൊക്കെ നിർത്തി. അത് കഴിഞ്ഞിട്ട് എഴുതിയത് മുഴുവനും യാതൊരുവിധ ഇൻഫ്ലുവൻസും ഇല്ലാതെ എന്നാണ് പുള്ളി പറയുന്നത്. So, post addiction, I think his books have become a lot less scary അല്ല, കുറച്ചും കൂടെ ഭയം വന്നു. പുള്ളിക്കൊരു ബ്രൂട്ടാലിറ്റി ഉണ്ടായിരുന്നു, വിച്ച് ഐ തിങ്ക് സബ് കോൺഷ്യസ്, ബോധമില്ലാത്ത മനസ്സ് എഴുതുന്ന പുസ്തകമാണല്ലോ. ബോധമുള്ള മനസ്സിന് പേപ്പറിലേക്ക് പകർത്തുമ്പോഴും അത്രയും ബ്രൂട്ടാലിറ്റി എഴുതാൻ പറ്റില്ലല്ലോ. ഇറ്റില്ല സീനക്കന്മാരെ തിങ്ക് ദാറ്റ്സ് ഗുഡ് തിങ്, നോട്ട് കംപ്ലൈനിങ്. പക്ഷെ മിസ്റ്റർ മെർസിഡസിലൊക്കെ പുള്ളിയുടെ ബ്രൂട്ടാലിറ്റി ഭയങ്കര ബ്രൂട്ടാലിറ്റി തന്നെ ആയിരുന്നു. It is not as scary as it. ഇറ്റാണ് എന്റെ ബെഞ്ച്മാർക്ക്. ഇറ്റ് ശരിയാണ്, ഇറ്റ് വേറൊരു അക്ടമാണ്. അതാണ് എന്റെ ബെഞ്ച് മാർക്ക്. ഐ തിങ്ക് ക്യാരി ഇറ്റ് വെച്ച് നോക്കുമ്പം ഇതൊക്കെ എന്ത്. എനിക്ക് അങ്ങനെ കുറെ റൈറ്റിങ്ങിനെ കുറിച്ച് കുറെ ബുക്സ് വായിക്കണമെന്നുണ്ട്. എല്ലാം വായിച്ചിങ്ങനെ പകുതിക്ക് നിർത്തി വെച്ചേക്കാണ്. അപ്പൊ ഞാൻ അധികം റിലേ ചെയ്യുന്നത് യൂട്യൂബ് വീഡിയോസും പിന്നെ ഓൺലൈൻ ആർട്ടിക്കിൾസും. അപ്പം അതിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു സിംഗുലർ പോയിന്റ് ഓഫ് വ്യൂ എന്നല്ല, പെർഹാപ്സ് ഒരു സിമ്പിൾ ടെക്നിക്കോ എന്തെങ്കിലും പറയും. സോ വി ക്യാൻ ചൂസ് ടു ആക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്. അതാണ് പ്രിഫറൻസ്. ബ്രാൻഡൻ സാൻഡേഴ്സിന്റെ ലെക്ചേഴ്സ് ഉണ്ട് ഇപ്പോൾ ആക്ച്വലി അവൈലബിൾ ആണ്. നീൽ ഗെയ്മന്റെ ഒരെണ്ണമുണ്ട്. നീൽ ഗെയ്മൻ ഉണ്ട്. ബ്രാൻഡൻ സാൻഡേഴ്സ് ആണോ നമ്മുടെ ഫാന്റസി ഇത് എഴുതുന്ന ആളല്ലേ? മറ്റേ എന്താ പറയാ, എനിക്ക് മിസ് ബോണ്ട് ഇതൊക്കെ സീരീസ് ഒക്കെ എഴുതിയേക്കണം. പുള്ളിയുടെ ഒരു ലെക്ചർ ഉണ്ട്, ക്ലാസ് റൂം ലെക്ചേഴ്സ് ഉണ്ട്. നീൽ ഗെയ്മന്റെ നല്ലതായിരുന്നു. ക്ലാസ് ഉണ്ട്, പുള്ളിയുടെ ഭയങ്കര നല്ല ക്ലാസ്സസ് ആയിരുന്നു. അപ്പോൾ അത് പുള്ളി പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു ദിവസം പുള്ളിയും മോനും കൂടി കാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഒരു വാസ്പിന്റെ നെസ്റ്റ് പുള്ളി അപ്സെറ്റ് ചെയ്തു. കൂത്തി ലെവലാക്കി ഇവർ രണ്ടുപേരും ഒരു തരത്തിലാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് താക്കോലോ എന്തോ കളഞ്ഞുപോയി അവിടെ. അപ്പോൾ തിരിച്ചു പോകണം അവിടെ. ഫസ്റ്റ് ടൈം അതുവഴി നടക്കുമ്പോൾ ഇല്ലാതിരുന്ന ഒരു ഭയമാണ് സെക്കൻഡ് ടൈം അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായത്. കാരണം ഫസ്റ്റ് ടൈം ദേ ഡിഡ്ന്റ് നോ വാട്ട് വാസ് ഗോയിങ് ടു ഹിറ്റ് ദം. ഇത്തവണ നല്ലപോലെ അറിയാം അവിടെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ പുള്ളി അത് ഭയങ്കരമായിട്ട് കഥകളിലൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പുള്ളി പറയണ്ടായിരുന്നു. എങ്ങനെ ചില ടിഡ്ബിറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ അത് നമുക്ക് വി ഓൾറെഡി അപ്ലൈ ഇറ്റ്, വി ഡോണ്ട് നോ അബൌട്ട്. തിയറി അറിയാതെ നമ്മൾ ഈ പ്രാക്ടീസ് ഇത് കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും എന്റെ ബാക്കിലുള്ള തിയറി ചിലപ്പോൾ അറിയില്ല. അപ്പൊ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ മനോജ് നൈറ്റ് ശ്യാമളന്റെ ഒരു ഇന്റർവ്യൂല് ഈ ഹൊററിനെ കുറിച്ച് സംസാരിക്കുന്നത്. സോ ഇഫ് യു ഡോണ്ട് നോ വാട്ട്സ് ബിഹൈൻഡ് ദാറ്റ് ഡോർ, ദാറ്റ് സ്കെയർസ് യു മോർ ദാൻ ദ മോൺസ്റ്റർ ഇറ്റ്സെൽഫ്. സോ ഇത് ഒരു പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ വാട്ട് യു ഡോണ്ട് സീ ഈസ് സ്കേറിയർ. ഫിയർ ഓഫ് ദി അൺനോൺ അല്ലേ? ഫിയർ ഓഫ് ദി അൺനോൺ എപ്പോഴും ഒരു വല്ലാത്ത ട്രോപ്പ് അല്ല. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഇമാജിനേഷൻ അതിനെ മച്ച് ബിഗറാക്കി കാണിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നമുക്ക് ഇരുട്ടിനെ പേടി. ഇതില് സ്റ്റീഫൻ കിങ് പറയുന്ന വേറൊരു കാര്യമുണ്ട് ഇതുപോലെ. പുള്ളി ഹി ടോക്സ് അബൌട്ട് ഹൗ ടു കൺട്രോൾ ദ നറേറ്റീവ് യൂസിങ് ദി സ്പീഡ് ലെങ്ത് ഓഫ് ദ സെന്റൻസസ്. അതായത് കഥയുടെ നറേഷന്റെ സ്പീഡ് കൂടുന്തോറും സെന്റൻസസ് ഷോർട്ടർ ആയിക്കൊണ്ടിരിക്കണം, പാരഗ്രാഫ്സ് ഷോർട്ടർ ആയിക്കൊണ്ടിരിക്കണം. അതാണ് ഈ ആക്ഷൻ ഫീൽ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേരി ചെയ്യണം സെന്റൻസസിന്റെ ലെങ്ത്. അതായത് നമ്മളിപ്പം ഒരേപോലത്തെ ലെങ്ത് ഉള്ള 5-6 സെന്റൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വായനക്കാരന് ബോറടിക്കും. അതേസമയം സെന്റൻസസിന്റെ ലെങ്ത് ലോങ്ങും ഷോർട്ടും തമ്മിൽ മാറി മാറി ഇരിക്കുകയാണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് ഇൻട്രസ്റ്റ്. അങ്ങനെയൊക്കെ കുറെ ടിഡ്ബിറ്റ്സ് ഉണ്ടായിരുന്നു പുള്ളിയുടെ അതില്. അപ്പൊ ബേസിക്കലി തലാസോഫോബിയ എന്ന് പറയുന്ന സംഭവമുണ്ട്. നമുക്ക് ഈ ആഴക്കടൽ അല്ലെങ്കിൽ ഡീപ്പ് വാട്ടേഴ്സ് ഒക്കെ ഒരു ടൈപ്പ് ഫോബിയോ ജനിപ്പിക്കും.
ബേസിക്കലി അതും ഈ ഡാർക്ക്നെസ്സിനോടുള്ള ഭയം ആണ്. ഡാർക്ക്നെസ്സും ഈ ആഴക്കടലും അതിന്റെ ഒരു ബന്ധം എന്ന് വെച്ചാല് ബേസിക്കലി വാട്ട് ലൈസ് ബിയോണ്ട് വി ഡോണ്ട് നോ. അപ്പൊ ആ ഒരു ഭയം അതാണ് എനിക്ക് ഇതാണ് ഇപ്പം എനിക്ക് കരയിൽ കിടക്കുന്ന മുതലേ കണ്ട വലിയ പേടിയൊന്നുമില്ല. പക്ഷെ വെള്ളത്തിൽ കിടക്കുന്ന മുതലയാണെങ്കിൽ എനിക്ക് പേടി. അതാണ് ഒരു എന്ത് പറഞ്ഞു, വി ഡോണ്ട് നോ വാട്ട് ലർക്സ് ബിയോണ്ട് ദ വാട്ടർ. സോ യാ, കമ്മിങ് ബാക്ക് ടു തലാസോഫോബിയ പറഞ്ഞു വരുമ്പോൾ എനിക്കൊരു പുസ്തകത്തിനെ കുറിച്ച് പറയാനുണ്ട്. ബട്ട് എനിവേസ് വിൽ കം ടു ഇറ്റ് ലേറ്റർ. ഗോ അഹെഡ്. ഓക്കെ. അപ്പൊ അങ്ങനെ കുറെ ടിഡ്ബിറ്റ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈക്ക് തിയറീസ് നമ്മൾ ഓൾറെഡി ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിച്ചെടുത്തായിരിക്കും, നമ്മൾ ചെയ്യുന്നതാണ്, ഈ കഥകളിലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. പക്ഷെ അതിന്റെ ബാക്കിലുള്ള തിയറി ചിലപ്പം ഇതേപോലെ ചില വീഡിയോസും ലെക്ചേഴ്സും ആർട്ടിക്കിൾസും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്, റൈറ്റിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച്. അതുപോലെ പഠിച്ചൊരു സംഭവമാണ് ഞാൻ ജോർജ് R.R. മാർട്ടിന്റെ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ വന്നപ്പോ എല്ലാരും ഇങ്ങനെ ഒരു അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ആളാണ്. അപ്പൊ പുള്ളിയുടെ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാല് പുള്ളി ഇങ്ങനെ വളരാൻ വിട്ടേക്കുക, ലൈക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കും, ഒരു പേഴ്സണാലിറ്റി കൊടുക്കും. പ്ലോട്ടിനല്ല പ്രാധാന്യം, ക്യാരക്ടേഴ്സിനാണ്. അപ്പൊ രണ്ട് ടൈപ്പ് എഴുത്തുകാരുണ്ട്, ഒന്ന് പ്ലോട്ടേഴ്സും ഉണ്ട്, പിന്നെ പാൻസേഴ്സും ഉണ്ട്. ഈ പ്ലോട്ടേഴ്സ് ആണ് ആദ്യം ക്ലൈമാക്സും തുടക്കവും മിഡിൽ സ്ട്രക്ചറും എല്ലാം ഫുള്ളി പ്ലാൻ ചെയ്യും. പക്ഷെ പാൻസേഴ്സ് എന്ന് വെച്ചാല് ഇവര് ക്യാരക്ടേഴ്സിനെ നല്ലോണം ഷേപ്പ് ചെയ്തെടുത്തിട്ട് അങ്ങ് അഴിച്ചുവിടും. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുന്നേ ഒക്കെ ഞാൻ ആക്ച്വലി പാൻസർ ആണെന്ന് അറിയുന്നത് ഈ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോഴാണ്. ഞാനും ഇതാണ് ചെയ്യുന്നത്. എന്റെ ഒരു ക്യാരക്ടറിനെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് അഴിച്ചു വിടും. എന്റെ മനസ്സിലുള്ള പ്ലോട്ടിലൊന്നും അവരെ നിൽക്കത്തില്ല, അവരവർക്ക് തോന്നിയ വഴി അങ്ങ് പോകും. പിന്നെ മെനക്കേട് മൊത്തം എനിക്ക് അത് എങ്ങനെയെങ്കിലും പിടിച്ചു വലിച്ച് പ്ലോട്ടിലോട്ട് ചേർക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതുപോലെ നോ ഫിലിം സ്കൂളുണ്ട്, സ്റ്റുഡിയോ ബൈൻഡർ ഉണ്ട്, അങ്ങനെ കുറെ ചാനൽസും ആർട്ടിക്കിൾസും ക്വൈറ്റ് ഇൻഫോർമേറ്റീവ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളൊക്കെ എഴുതുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ ഈ കുറെ വായിച്ചു കഴിയുമ്പം ഇപ്പം കൃക്കും പറഞ്ഞില്ലേ സ്റ്റീഫൻ കിങ്ങിന് ഫീൽ ചെയ്യും പുള്ളിയുടെ മേ ബി മെന്റൽ വോയിസ് ബിക്കംസ് ലൈക്ക് HP ലവ്ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞത്. നിങ്ങളൊക്കെ അങ്ങനെ കുറെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റൈറ്റിംഗ് ഒരു ഇമിറ്റേഷനായി മാറും നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? അതൊരു ജെന്യുവൻ ഫിയർ അല്ലേ? അതൊരു പാരഡി അല്ലെങ്കിൽ കോപ്പി മാരി ആവോ? ഇപ്പം അനൂപ് മേനോൻ മോഹൻലാൽ ആവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ മാരെയുള്ള സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് വരുമോ? എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. ബിക്കോസ് എനിക്ക് അങ്ങനെ തോന്നലുണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ എന്റെ എഴുത്ത് വേറൊരാളുടെ ഇമിറ്റേഷൻ ആവുമോ എന്ന്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് റസ്കിൻ ബോണ്ട്. പക്ഷെ എന്റെ എഴുത്ത് റസ്കിൻ ബോണ്ട് അതേ സ്റ്റൈലിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ആയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, റസ്കിൻ ബോണ്ടിന്റെ കഥകളൊക്കെ ബേസ് ചെയ്തേക്കുന്ന ഒരുമാതിരി എന്താ പറയുന്ന ഒരു ഓൾമോസ്റ്റ് റൂറൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഹിൽ സ്റ്റേഷൻസ്, ജംഗിൾസ്, വെർ ഹി ഹാസ് കോണ്ടാക്ട് വിത്ത് വൈൽഡ് ലൈഫ്. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു ബ്രിട്ടീഷ് കാലത്തെ ഇന്ത്യ അല്ലെങ്കിൽ ജസ്റ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ആ ഒരു ഇതിലാണ്. ആൻഡ് ഹീസ് സംവാട്ട് ഓഫ് എൻ ഔട്ട്സൈഡർ എന്ന് പറയാൻ പറ്റില്ല, ഹീസ് എൻ ആംഗ്ലോ ഇന്ത്യൻ. പക്ഷെ അതിന്റെ ഒരു എന്താ പറയുക, ഒരു ബാരിയറും ഒരു പ്രിവിലേജും പുള്ളിക്കുണ്ട്. സോ എനിവേ ആ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് തോന്നുന്നു എന്റെ കഥകളിൽ ഉണ്ടെന്ന് തോന്നുന്നു. സോ എനിക്ക് ഒരു ബ്രിട്ടീഷ് രാജ് ടൈപ്പിലുള്ള ലിറ്ററേച്ചറിനോട് പ്രത്യേക സ്നേഹമാണ്. അപ്പൊ അങ്ങനത്തെ ഇൻഫ്ലുവൻസ് ഒക്കെ വരുന്നുണ്ട്. അത് റസ്കിൻ ബോണ്ട് മാത്രമല്ല, റുഡ്യാർഡ് കിപ്ലിംഗ് വരുന്നുണ്ട്, പിന്നെ ജിം കോർബറ്റ്, അവരുടെയൊക്കെ എഴുത്തിന്റെ സ്വാധീനമൊക്കെ വരാറുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഹ്യൂജ് ഡിസഡ്വാൻറ്റേജ്, ബിക്കോസ് എത്ര ശ്രമിച്ചാൽ ഇപ്പം ഓൺ പേർപ്പസ് ശ്രമിച്ചാലും അവരുടെ സ്റ്റൈല് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇൻവൈബ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ മേ ബി ഇറ്റ് ഹാപ്പൻസ്, ബട്ട് ഐ എം നോട്ട് റിയലി കൺസേൺഡ് അബൌട്ട് ഇറ്റ്.
ഇപ്പോൾ ഈ പ്രേതേന്ദ്രന് ഒരു ജെന്യൂൻ റിവ്യൂ കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഒരു റൈറ്ററുടെ ആദ്യത്തെ റിവ്യൂ എന്ന് പറയാനുള്ളത് അനൂപ് ശശികുമാറിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിൽ പുള്ളി ഒരു കാര്യം പറഞ്ഞു. പുള്ളിക്ക് ബുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ പുള്ളി അതിലൊരു കാര്യം പറഞ്ഞാൽ എവിടെ ഒരു ഇന്ദുഗോപൻ ടച്ച് എന്ന് പറഞ്ഞു. അതായത് ആ സമയത്ത് ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത് മൊത്തം ഇന്ദുഗോപൻ്റെ കഥകളായിരുന്നു. അപ്പോൾ ഞാൻ മറ്റേ പ്രേതവേട്ടക്കാരനും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചിലപ്പോൾ സബ് കോൺഷ്യസ്ലി അത് വന്നിട്ടുണ്ടാവാം. അതായത് ഈ പറഞ്ഞ പോലെ സെൻറ്റൻസ് സ്ട്രക്ചർ കുറേയൊക്കെ ഒന്നാമത് മലയാളം വല്ലപ്പോഴും എഴുതുന്നു. അതായത് കൂടുതലും അന്ന് ആദ്യമൊക്കെ ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് മലയാളത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ളൊരു അങ്കലാപ്പ് തന്നെയുണ്ട് തുടക്കം മുതൽ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഷോർട്ട് സെൻറ്റൻസ് സാൻഡി പറഞ്ഞില്ലേ, ഷോർട്ട് സെൻറ്റൻസ് യൂസ് ചെയ്യുന്നതും അതുപോലെ സെൻറ്റൻസിൻ്റെ ഇത് ടോൺ മാറ്റി പിടിക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ, അതൊക്കെ അത് വന്നു പോവാണ് ഇങ്ങനെ. അത് നമ്മളിപ്പോൾ അത് വായിച്ചതിൻ്റെ ഇമിറ്റേഷൻ അല്ല, അത് വന്നു പോയി. അത് മീൻസ് ഓൾറെഡി ഇംബൈബ് ചെയ്തു. ഇനി വരുന്നതിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ ഈ മറ്റേ മരിയ റോസിൻ്റെ മറ്റേ ഹൊറർ കഥകളാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പഴയ ആ ലാംഗ്വേജിൽ നിന്ന്, അതായത് അന്നത്തെ ഏൻഷ്യൻ്റ് ഒരു ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഈ ആൾജറോൺ ബ്ലാക്ക്വുഡിൻ്റെയും മറ്റേ ബ്രാം സ്റ്റോക്കറാണ് അതിൽ ഏറ്റവും ന്യൂ എന്ന് പറയാനുള്ളത്. ബാക്കി എല്ലാവരും പഴയ ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ WH ജേക്കബ്സ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മലയാളവും വളരെ ആർക്കൈക്ക് ആയിരിക്കും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അത് വന്നു പോകുന്നു. അതെന്തായാലും നമ്മൾ വായിക്കുന്ന സാധനം അത് വരും. അത് പിന്നെ അടുത്തൊരു എഡിറ്റ് വരുമ്പോഴായിരിക്കും നമ്മളതൊക്കെ ഇത് വളരെ ഇതായി പോയല്ലോ എന്ന് പറയും. എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മളത് ആലോചിക്കുകയുള്ളൂ. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ സമയത്തും ഇതുപോലെ സ്വാധീനം വരാം. മിക്കവാറും ഏറ്റവും ബെസ്റ്റ് പരിപാടി ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞാലും ഈ സംഭവം, സിനിമ കണ്ടുകൊണ്ടൊരു പുസ്തകം എഴുതുമ്പോൾ ചിലരുടെ ലാംഗ്വേജ് കണ്ടിട്ടുണ്ട്. കാരണം ഒന്നും വായിക്കാത്തവരുണ്ട്, അതായത് മര്യാദയ്ക്ക് വായിക്കാത്ത ആളുകൾ സിനിമകൾ മാത്രം വായിച്ച് എഴുതുന്ന ആൾക്കാരുണ്ട്. അവരുടെ പുസ്തകങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിനകത്ത് എന്തായാലും ഈ പറഞ്ഞ സാധനം വരും. ഞാൻ ആക്ച്വലി എനിക്ക് ഇംഗ്ലീഷ് എഴുതുമ്പോൾ എനിക്ക് ഫീലിംഗ് വന്നിട്ടില്ല ആരുടെയെങ്കിലും സ്റ്റൈല് കോപ്പി ചെയ്യുന്നുണ്ടെന്ന്. കാരണം ഇംഗ്ലീഷ് ഞാൻ ഒരുപാട് വേരീഡാണ് വായിച്ചിരിക്കുന്നത്. പണ്ട് ഞാൻ ഹൊറർ എഴുതി തുടങ്ങിയ സമയത്ത് ഞാൻ ഹെവിലി സ്റ്റീഫൻ കിങ് ആയിരുന്നു. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഐ കുഡ് മാച്ച് എനിത്തിങ് ഓഫ് ഹിസ് സ്റ്റാൻഡേർഡ്. പക്ഷേ സബ് കോൺഷ്യസ് ആയിട്ട് പുള്ളിയെ കോപ്പി അടിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നിരിക്കും. സ്റ്റീഫൻ കിങ്, റോald ഡാലിൻ്റെയും ശൈലി എന്നുള്ളതിനേക്കാളും അവരുടെ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലൊന്ന് കോപ്പി അടിക്കാൻ ഷോർട്ട് സ്റ്റോറീസിൽ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോald ഡാലിൻ്റെ ആ അബ്രപ്റ്റ് എൻഡിങ്, പിന്നെ സ്റ്റീഫൻ കിങ്ങിൻ്റെ പുള്ളിയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, സാധാരണ ആളുകൾക്ക് റിയലി ബാഡ് തിങ്സ് ഹാപ്പൻ ടു നോർമൽ പീപ്പിൾ, അങ്ങനത്തെ കുറച്ച് കഥകളിൽ വന്നിട്ടുണ്ട്. ലാംഗ്വേജ് എനിക്ക് തോന്നുന്നില്ല വായിക്കുന്ന ആളുകളുടെ ആരുടെയെങ്കിലും ലാംഗ്വേജ് മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളം പിന്നെയും മലയാളത്തിൽ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വായിക്കുന്നതല്ല വന്നിട്ടുള്ളത്, ഞാൻ കുട്ടിക്കാലത്ത് വായിച്ച പുസ്തകങ്ങളിലെ ലൈനുകളും ഫ്രേസുകളും അറിയാതെ കയറി വരുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ അജ്ഞാത ലോകം, ലോസ്റ്റ് വേൾഡിൻ്റെ ട്രാൻസ്ലേഷൻ വായിച്ചതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു ലൈനാണ് ഹൃദയം എടുത്തു ചാടി തുടികൊട്ടി. അതിലുണ്ടായിരുന്ന ഒരു ലൈനാണ് അത്, അറിയാതെ വന്നു പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെർഷൻസ് അത് മാറ്റി എഴുതാനൊക്കെ മെനക്കെടണം. അല്ലാതെ ചിലപ്പോൾ ഈ ഒരേ ആളുടെ വായിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം ജോണറും മാറ്റി മാറ്റി വായിക്കുകയാണ്. പിന്നെ എൻ്റെ മലയാളം എൻ്റെ ലാംഗ്വേജിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ല. കാരണം എൻ്റെ വായന മുഴുവൻ ഇംഗ്ലീഷിലായതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ മനസ്സിൽ വരുന്നതാണ് ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എൻ്റെ ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് പദവിയായി മലയാളത്തിന്. നമ്മൾ ഇവിടെ സംസാരിക്കുന്നതും എല്ലാം ഇംഗ്ലീഷാണ്. വായിക്കുന്ന ഇമെയിലുകളും ആളുകളോട് സംസാരിക്കുന്നത് എല്ലാം ഇംഗ്ലീഷാണ്. അപ്പം ചിന്തകൾ ഇംഗ്ലീഷിലായിട്ട് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ഇപ്പം. അപ്പോൾ അതും കൂടെ ഉണ്ട്. അത് കാരണം ആരെങ്കിലും കോപ്പി അടിച്ചയച്ചിട്ട് കൂടെ നന്നാവുന്നു തോന്നുന്നു. അല്ല, ഈ റൈറ്റിങ്ങിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ ചില വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അതൊരു സൗണ്ട് നമുക്ക് തോന്നുന്നു പറയില്ലേ.
ദ ബർബ്ലിംഗ് ഓഫ് വേവ്സ് അല്ലെങ്കിൽ ക്രാക്ലിംഗ് ഓഫ് സെയിൽ അക്രോസ് ഒനമ ഇൻ ദ വിൻ. ഒനോമാട്ടോപിയ ഒണോമട്ടോപ്പിയ. മലയാളത്തിൽ അങ്ങനത്തെ കേട്ടില്ല അത് വാക്കുകളില്ലാത്ത ലേഖ മുഖം ചൊല്ലിക്കുന്നത് കേട്ടില്ല. ഒണോമട്ടോപ്പിയ. വേർഡ്സ് ദാറ്റ് സൗണ്ട് ലൈക്ക് ദ റിയൽ സൗണ്ട്സ്, അതാണ് ഒനമാറ്റോപിയ എന്ന് പറയുന്നത്. സ്പ്ലാഷ്, ക്രാഷ്, ക്രാക്ലിംഗ്. ശരിക്കുള്ള സംഭവത്തിന്റെ ശബ്ദം പോലെ കേൾക്കുന്ന അത് തന്നെ കപ്പ കപ്പാവോ. അല്ലല്ല, കപ്പ വരത്തില്ല. ടിഷ്യൂ കപ്പ ടിഷ്യൂ വരത്തില്ല. അല്ലല്ല, അതല്ല, അത് അത് വേർബ് ആയിരിക്കണം, ഒരു ചങ്കിത verb. വേർബായിരിക്കണം. അതെ അതെ. ടിഷ്യൂ വേണമെങ്കിൽ ഒരു വേർബാണ്. ഹി കപ്പൗഡ് അഗൈൻസ്റ്റ് He അങ്ങനെ. clanged Clang. two dishes. Clang. അപ്പോൾ ഇതൊക്കെ മലയാളത്തിൽ കിട്ടാൻ ഇച്ചിരി പാടല്ല, ചില വാക്കുകളൊക്കെ. നമ്മളത് എഴുതുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് മലയാളത്തിലേക്ക് അത് മാറ്റി എഴുതാൻ ശ്രമിക്കുമ്പോഴാണ് പണി കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സംഭവത്തിൽ ഞൊടിയൊടിയൻ. ഞൊടി ഒടിയൻ, ആ ഷേപ്പ് ഷിഫ്റ്റർ. ഒടിയന് സമയം എടുക്കുമല്ലോ. ഒടിയൻ രാത്രി സാധനം തേച്ച് രാവിലെ ആയിട്ട് ആവുള്ളൂ. പക്ഷെ ഇയാൾ പെട്ടെന്ന് മാറണം, മിസ്റ്റേക്കിനെയൊക്കെ പോലെ പെട്ടെന്ന്. അപ്പോൾ അടിപൊളി. ഞൊടി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം, സാൻഡി ഇപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന സംഭവത്തിൽ നമ്മുടെ ഒരു ബോട്ട് അതിങ്ങനെ അത് ക്രീക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത് ഒരു പഴയ സാധനമാണ്. അതിൻ്റെ ബോർഡ്സൊക്കെ ഒന്ന് ഇളകിയ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ Sorry, അത് ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. മലയാളത്തിൽ പൊട്ടി എന്ന് പറയുന്നതിന് ആ വാക്ക് അത് ക്ലാസിഫിക്കേഷനിൽ വരില്ലേ? പൊട്ടി. പൊട്ടി 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 വരും. പൊട്ടി പൊട്ടിത്തെറിച്ച് പൊട്ടിച്ചിരിച്ച് ഓക്കെ പൊട്ടിച്ചിതറി. ശബ്ദം കേൾക്കും, ഒരു ശബ്ദത്തിന്റെ ഒരു സംഭവം ഉണ്ടാവുന്നു. മലയാളത്തിൽ എനിക്ക് വളരെ അതാ പറഞ്ഞേ, പരിമിതമായിട്ടുള്ള അറിവാണ് മലയാളത്തിൽ. അതായത് ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലീഷും ഇല്ല മലയാളം ഇല്ലാത്ത അവസ്ഥയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ സാൻഡി ഇപ്പോൾ എഴുതിയ ബോട്ട് ഇങ്ങനെ ക്രീക്ക് ചെയ്യുന്ന ഒരു ശബ്ദമാണ്. അതിന്റെ ബോർഡ്സ്, അതിന്റെ പലകകൾ തമ്മിൽ എന്തോ പ്രതിഷേധിച്ചു എന്നങ്ങാണ്ടല്ലേ എഴുതിയിരിക്കുന്നത്. അതായത് അതിന്റെ വെയിറ്റ് താകാൻ പറ്റാട്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് എഴുതുമ്പോൾ അതിൻ്റെ ഇത് വ്യത്യാസമുണ്ട്. മലയാളത്തിൽ എഴുതുമ്പോൾ അതിൻ്റെതായിട്ടുള്ള, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത് പരിമിതികൾ ഉണ്ട്, പക്ഷെ എന്നാലും ഉള്ള പരിമിതിയൊക്കെ വെച്ച് എഴുതുന്നതാണല്ലോ അതിൻ്റെ ഒരു രസം ഉള്ളതുകൊണ്ട് വേണം. അതെനിക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് തന്നെ ഒരു വാക്കങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ആരും ഒന്നും പരാതിപ്പെടുത്തില്ല. അത്രേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ KS രതീഷിൻ്റെ ഏതോ ഒരു കഥയ്ക്ക് ഒരാൾ വലിച്ചു കീറുന്നത് കണ്ടിട്ടുണ്ട്. അതായത് അതിൽ ഈ ചായമോഹം എന്നൊരു പദമുണ്ട് പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തൊരു സംഭവം, പുള്ളിക്ക് വൈകുന്നേരം ചായ കുടിക്കാനൊരു മോഹം, അതിനാണ് ചായമോഹം. അത്ര വാക്കില്ലെന്ന് പറഞ്ഞിട്ട് ആരോ പിടിച്ച് ഒരു മലയാള ഭാഷാ പണ്ഡിതൻ പിടിച്ച് കീറുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവും പുള്ളിക്ക് ഒരു ചായമോഹം ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വിഷയമുള്ള കാര്യം. അതിനകത്ത് ഒരുപാട് അങ്ങനത്തെ വാക്കുകളുണ്ട്. പുള്ളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്ത് പ്രയോഗിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ KS രതീഷിൻ്റെ കഥകൾ ഞാൻ ആ വിഷയത്തിന് ശേഷം വായിക്കാറില്ല. അതായത് ആ പരിപാടി കഴിഞ്ഞു. ദാറ്റ് ഈസ് ക്ലോസ് ചാപ്റ്റർ. അൺകൈൻഡസ്റ്റ് സ്റ്റാബ് ഓഫ് ഓൾ എന്ന് ഷേക്സ്പിയറിന് കണ്ടുപിടിക്കാമെങ്കിൽ വൈ നോട്ട്? അൺകൈൻഡസ്റ്റ് നമ്മളെ മാർക്ക് ചെയ്ത് ഇംഗ്ലീഷ് ടീച്ചർ അപ്പം വെട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വിടും. രസമെന്ന് വെച്ചാൽ ഒരുപാട് വാക്കുകൾ ഷേക്സ്പിയർ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ മലയാളത്തിന് എനിക്ക് തോന്നുന്നു അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട് പുതിയ വാക്കുകൾ സൃഷ്ടിക്കുന്നതിൽ. അതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാല് പലപ്പോഴും ചില വാക്കുകളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഒരു പുതിയ വാക്ക് സൃഷ്ടിക്കണമെന്ന് ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു കറക്റ്റ് എക്സാമ്പിൾസ് കിട്ടുന്നില്ല. ഇപ്പൊ സ്വിച്ചിനുള്ള വാക്ക് നമ്മൾ ഇപ്പൊ കളിയാക്കി പണ്ടേ പോലെ പറയുന്നതാണ് വൈദ്യുത നിയന്ത്രണം. അല്ല, അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഞെട്ടെന്നോ മൊട്ടെന്നോ വല്ലതും വിളിച്ചാൽ പോലെ. ബേസിക്കലി പഴയ സ്വിച്ച് ഒക്കെ അതേപോലെ ഇരിക്കുകയല്ലേ, മുല്ലമൊട്ട് പോലെ ഇരിക്കുകയല്ലേ. അല്ല, സ്വിച്ച് എന്ന് പറയുന്ന സാധനം തന്നെ ഒരു വെർബിനെ നൗണാക്കിയതാണ്. അല്ല, അപ്പൊ നമുക്ക് ഞാൻ പലപ്പോഴും ഈ എന്തോ കോഡിന് പ്ലഗ് ചെയ്ത കോഡിന് വള്ളി എന്നാ പറയുന്നത്. ആ മൊബൈലിന്റെ വള്ളി ഇങ്ങ് എടുത്തേന്ന്. അതാണ് എനിക്ക് ഏറ്റവും നാച്ചുറൽ ആയിട്ട് തോന്നുന്നത്. ബാക്കിയുള്ളവർ അങ്ങനെ ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയതാണോ എന്ന് എനിക്ക് അറിയില്ല വള്ളി എന്നുള്ള വാക്ക്. അപ്പൊ അങ്ങനെ കോഡ് എന്ന് പറയാതെ, അല്ലെങ്കിൽ അതിനൊരു സംസ്കൃത ടേം കണ്ടുപിടിക്കുന്നതിന് പകരം വള്ളി. ശരി, യു ക്യാൻ മേക്ക് ദാറ്റ് കണക്ഷൻ, റൈറ്റ്? അപ്പൊ വള്ളി
തനി മലയാളം തെളി മലയാളം ഗ്രൂപ്പുകളുണ്ട് ഇൻസ്റ്റയ്ക്കകത്ത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചോദിക്കാം നമ്മുടെ അടുത്ത് എന്ത് വാക്കിനാണ് നിങ്ങൾക്ക് മലയാളം പദം വേണ്ടത്. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അതിന് ഉത്തരം, ഞാനിത് ചോദിച്ചതാണ് ഈ മറ്റേ ഷേപ്പ് ഷിഫ്റ്ററിന് ചോദിച്ചതാണ്. അപ്പോൾ അവരെന്തൊക്കെയോ വാക്ക് പറഞ്ഞു എനിക്ക്, പക്ഷെ അതൊന്നും അങ്ങ് ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് അതുപോലെ മലയാളത്തിലൊരു ബേർഡ് വാച്ചേഴ്സ് ഓഫ് കേരള എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം കേരളത്തിലെ ഒരു ബേർഡിൻ്റെ, അപ്പം സാധാരണ എല്ലാ ബേർഡ്സിൻ്റെ പേരിടുമ്പോഴും മലയാളത്തിലുള്ള പേരിടും. അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് ഒരു അമേരിക്കൻ ബേർഡ്, ബ്ലാക്ക് ലെഗ്ഡ് കിറ്റി വെക്കുന്ന ഒരു സാധനം എങ്ങനെയോ വഴി തെറ്റി കേരളത്തിൽ ഒരെണ്ണം വന്നു. ലാൻഡ് ചെയ്ത് അതിൻ്റെ ഫോട്ടോ എല്ലാവരും കൂടെ പോയി എടുത്തിട്ട്, എന്നിട്ട് എല്ലാവരും അത് ബ്ലാക്ക് ലെഗ്ഡ് കിറ്റി വരുന്ന വെച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ആരോ ഇതിൻ്റെ മലയാളം പേരെന്താന്ന്. ആദ്യമായിട്ട് കേരളത്തിൽ വരുന്ന ഒരു സാധനമാണ്, അതിന് ഇവിടുന്ന് മലയാളം പേരുണ്ടാവും. മറ്റേതൊന്നും ഈ വരാത്ത ഭാഗ്യം, മറ്റേ ഭൂമീസ് ഒന്നും വരാത്ത ഭാഗ്യം. ഏത് വേറെ സംഭവങ്ങളുണ്ടല്ലോ, എന്താ ബ്ലൂ ടിറ്റോ എന്തോ ഒരു ഭൂമിയൊക്കെ അല്ലേ, അതൊന്നും ഈ വരാത്തത് ഭാഗ്യമോ. ഈ- ഈ ഞൊടിയൊടിയനെ നിങ്ങക്ക് മാരീജൻ എന്നെങ്ങാനും വിളിച്ചോടെ? അതും ഷേപ്പ് ഷിഫ്റ്റർ അല്ലേ? മായാവി മാരീജൻ ഒക്കെ. ആ അല്ല, അത് മാരേജ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർ നെയിമാണ്. എനിക്ക് ഒരാളാണല്ലോ, ഒടിയൻ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു. പേരാണ്. ക്യാരക്ടർ, ഒരു ക്യാരക്ടർ അത് വന്നിരുന്നു, അതൊരു സജഷൻ വന്നിരുന്നു മാരീജൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവരെല്ലാം തോന്നുന്നു വേറെ തോന്നുന്നു. ഞാൻ ആലോചിക്കായിരുന്നു നമുക്ക് അങ്ങനെ ഒരു നമ്മുടെയൊക്കെ ഫ്ലോക്ലോറിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ഉണ്ട് നമുക്ക്. പക്ഷെ അതിൽ മാരീജൻ മാത്രമേ എനിക്ക് ഷേപ്പ് ഷിഫ്റ്റർ ആയിട്ട് ഓർമ്മയുള്ളൂ. ഈ ഒടിയനെ നമ്മൾ സെർച്ച് ചെയ്ത് ദിലിദ്രെ. കഴിഞ്ഞാൽ കിട്ടുന്നത് അനിമാഗസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ആക്ച്വലി അവര് അനിമൽസ് ആയിട്ട് അനിമൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അനിമാഗസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒടിയൻ എന്ന് പറയുമ്പോൾ. പക്ഷെ അതിന് സമയമെടുക്കും, പ്രോസസ് ഉണ്ട്. നമ്മളിപ്പോ ടോപ്പിക്കിൽ ക്ഷമ നിന്ന് വേണം. ഒരുപാട് വൈകി ടോപ്പിക്കിൽ പോയി നിന്ന് മാറി. കേട്ടോ. അതെ അതെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ എപ്പിസോഡിലൂടെ കൺക്ലൂഡ് ചെയ്യാം, എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യാം നോൺ ഫിക്ഷൻ. ഞാൻ കുറച്ച് വായിച്ചിട്ട് വരാം. പഠിച്ചിട്ട് വരാം. ഇറ്റ് ഈസ് സന്ദീപ്, കൃഷ്ണകുമാർ, അനൂപ് ആൻഡ് ലേഖ സൈനിങ് ഓഫ്. ബൈ. ബൈ.